ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ ചൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. സീരിയൽ കില്ലേഴ്സിന് ഇഷ്ടമുള്ള കാര്യം എന്താ? ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക. എന്നാൽ ആ സീരിയൽ കില്ലർക്ക് കൊല്ലാൻ വേണ്ടി ആൾക്കാരെ ഇട്ടുകൊടുത്താലോ അയാൾ കൊല്ലുക തന്നെ ചെയ്യും. പക്ഷെ എത്ര തവണ കൊല്ലും? വീണ്ടും വീണ്ടും മരിച്ചുപോയ ആൾക്കാരെ തന്നെ കൊല്ലാൻ വേണ്ടി ഇട്ടുകൊടുത്താലോ എത്ര തവണ അയാൾ കൊല്ലും? കേൾക്കുമ്പോൾ തന്നെ ഒരു വകതിരിവ് തോന്നണില്ലേ? അതാണ് ഈ സിനിമയുടെ കഥ. എന്നാ പിന്നെ ആ സീരിയൽ കില്ലർ ആരാണെന്ന് കാണാം. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കോഫി ഷോപ്പ്. അവിടേക്ക് പഴയ ട്രക്കിൽ ഏതോ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ വളരെ സൈലന്റായി ഈ കോഫി ഷോപ്പിനകത്തേക്ക് കടക്കാണ്. കോഫി ഷോപ്പിൽ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ടാവും. 2 നഴ്സുമാര്, 2 കൂട്ടുകാര്, ഒരു കപ്പിള്, പിന്നെ അവിടെ സപ്ലൈ ചെയ്യുന്ന ചേച്ചി, കുക്ക്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ കൂട്ടുകാരായിട്ടുള്ള ആണുങ്ങൾ അവിടുത്തെ TV-യിൽ ഏതോ ഒരു ന്യൂസ് കാണുന്നുണ്ട്. അടുത്തുള്ള ടൗണിൽ 3 പേരെ കൊലപാതകം ചെയ്ത ഏതോ ഒരു കൊലയാളി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതായിരിക്കും ആ ന്യൂസിലുണ്ടാവുക. അത് പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ട്രക്കിൽ നിന്നിറങ്ങിയ ആ സ്റ്റൈലൻ മനുഷ്യൻ ഈ കോഫി ഷോപ്പിനകത്തേക്ക് കടക്കുന്നു. അവിടുത്തെ വെയിറ്റർ ലേഡി ആളില്ലാത്ത ഏതെങ്കിലും സീറ്റിലേക്ക് ഇരുന്നോളൂ എന്ന് നമ്മുടെ സുകുമാരനോട് പറയും. ഈ നഴ്സുമാര് 2 പേരും TV-യിലെ ന്യൂസ് കണ്ടിട്ട്, എന്റെ ദൈവമേ ഭാഗ്യം, ആ സിറ്റി ഇവിടുന്ന് തൊട്ടടുത്താണല്ലോ, പോകാതിരുന്നത് ഭാഗ്യം എന്ന് പറയും. നമ്മുടെ കുക്കാണെങ്കിൽ വലിയൊരു ഗുണ്ടപ്പന. അയാളെ കണ്ടറിയാം ആര് വന്നാലും 2 ഇടി കൊടുക്കുന്ന ആളാണെന്ന്. എന്തായാലും നമ്മുടെ സുകുമാരക്കുറുപ്പ് ഒരു ചെയർ എടുത്ത് അവിടെ ഇരിക്കുന്നു. ഈ വെയിറ്റർ ലേഡി അവിടെയുള്ള കപ്പിൾസിന് കാപ്പി കൊടുക്കുമ്പോഴായിരിക്കും 3 യൂത്ത് പിള്ളേർ അങ്ങോട്ട് കടന്നു വരുന്നു. ലേശം കച്ചറ സ്വഭാവമുള്ള യങ് ജനറേഷൻ. നമ്മുടെ അല്ലാട്ടോ, അവരുടെ. അടുത്തത് നമ്മുടെ വെയിറ്റർ ലേഡി ഹീറോയുടെ അടുത്തേക്ക് വരുന്നു, സുകുമാരന്റെ അടുത്തേക്ക്. നിങ്ങൾക്ക് കഴിക്കാൻ എന്താണ് വേണ്ടെന്ന് ചോദിച്ചിട്ട്. പുള്ളിക്കാരന്റെ സംസാരം അത്ര സുഖമായിരിക്കില്ല. ഞാൻ എന്തെങ്കിലും കഴിച്ചാൽ നീയും എന്റെ കൂടെ വന്ന് കഴിക്കുമോ, എന്റെ കൂടെ പുറത്തേക്ക് വരുമോ എന്നൊക്കെ ആ പെണ്ണ് വന്ന് മിണ്ടുമ്പോഴേക്കും ഇയാൾ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ വെയിറ്റർ ലേഡി പറയും, എനിക്ക് നിങ്ങളെ പരിചയമില്ല, അറിയില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊപ്പം കഴിക്കുക, പുറത്തു വരിക? അതിന് ഹീറോ, ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടണമെന്ന് ചോദിക്കും. നമ്മുടെ ലേഡി, ഇനിയും പരിചയപ്പെട്ട് തുടങ്ങിയിട്ടില്ല, നിങ്ങളെ കണ്ടാൽ ഒരു സാധാരണക്കാരനാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം, ഇപ്പം എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കും. അതിന് ഹീറോ പറയുക, നിനക്ക് ഭംഗിയുള്ള 2 കണ്ണുകളുണ്ടെന്നാണ്. സോ ഈ വെയിറ്റർക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് അവളൊന്നും മിണ്ടാതെ ഞാൻ മെനു എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവാണ്. അവരാണ് നമ്മുടെ ഹീറോയിൻ. ഈ സമയത്ത് ആ കച്ചറ പിള്ളേർ ടേബിളിൽ ഇരുന്ന് ആരെയും വകവയ്ക്കാതെ അവർക്ക് വേണ്ട കഞ്ചാവ് ചുരുട്ടിക്കൊണ്ടിരിക്കാവും. നമ്മുടെ വെയിറ്റർ അവരോട് ചെന്ന് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കും. അവർ ബിയറും താറാവിറച്ചിയും വേണമെന്ന് പറയും. പറയുന്നതിന്റെ കൂടെ തന്നെ അവർ നമ്മുടെ വെയിറ്ററെ മമ്മി എന്ന് വിളിക്കുന്നുണ്ട്. നിനക്ക് നല്ല പ്രായമായിട്ടുണ്ട്, കിളവിയായെന്നും പറഞ്ഞ് കളിയാക്കുന്നു. നമ്മുടെ വെയിറ്റർ അവരോട് വഴക്കിടാൻ കൂട്ടാക്കാതെ, തമാശ കേൾക്കാൻ നല്ല രസമുണ്ട്, വേണ്ട ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പൊക്കോ, ഇവിടെ ഇരുന്ന് കഞ്ചാവ് വലിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഇവര്, നീ ഞങ്ങൾ ഒരുപാട് പഠിപ്പിക്കാൻ വരണ്ട, ചെറുപ്പത്തിൽ എന്റെ അനിയത്തിയെ നീ ബേബി സിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൊ എന്തോ വലിയൊരു ഡോക്ടർ ആവുന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ ടിപ്സിന് വേണ്ടി പിച്ചെടുത്ത് നടക്കുന്നതാണ് കാണുന്നത്, ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ടെന്ന് പറഞ്ഞ് ഇവര് വീണ്ടും ചിരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ വെയിറ്റർ ലേഡി, നീ കേട്ടത് തെറ്റിപ്പോയി, ഡോക്ടർ എന്നല്ല നഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് കേൾക്കാനുള്ള ബുദ്ധിയില്ല നിങ്ങൾക്കെന്നും പറഞ്ഞ് ഇവള് മാറിപ്പോവും. അത് കഴിഞ്ഞ് മെനു ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഹീറോ എന്റെ പേര് ചാർലിയാന്ന് പറഞ്ഞ് ഇവളെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. നമ്മുടെ വെയിറ്റർ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ ഹീറോ പറയും, ഞാൻ ഇവിടുത്തെ സ്റ്റീക്ക് കഴിച്ചോളാന്ന്. ലേഡി ചെന്ന് സ്റ്റീക്കിന് ഓർഡർ കൊടുക്കുന്നു. അവിടുത്തെ കച്ചവട റിപ്പോർട്ടൊക്കെ എഴുതുമ്പോഴാണ് അടുത്ത ഷിഫ്റ്റിന് കയറാനുള്ള മെലിഞ്ഞൊരു പെൺകുട്ടി വരുന്നത്. നമ്മുടെ ഹീറോയിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനി ആ ജോലി ആ പെൺകുട്ടിക്കാണ് കൈമാറേണ്ടത്. അവളാണെങ്കിൽ ഇത്തിരി ലേറ്റായി. ഭർത്താവിന് ഗെയിം കളിക്കാനുള്ള ജോയ്സ്റ്റിക്ക് മറന്നുപോയിത്രേ. അതെടുക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ ലേറ്റ് ആയതാണെന്ന് അവൾ പറയും. കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തു, ഇനി അധികം ആൾക്കാരൊന്നുമില്ല, നീ നോക്കിക്കോന്നും പറഞ്ഞ് ലിസ്റ്റൊക്കെ ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ ബാഗും എടുത്ത് ജോലി വിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആ കടയിൽ നിന്നും ഇറങ്ങി വരികയാണ്. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാണുന്ന ഹീറോ അവിടെ സിഗരറ്റും വലിച്ച് നിൽപ്പുണ്ടാവും. ഹീറോയിൻ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു പഫ് വേണം ചോദിക്കുന്നുണ്ട്. അവളില്ല, ഞാൻ വലിക്കില്ല, എനിക്ക് ആ ശീലമില്ലെന്ന് പറയും. അപ്പൊ ഹീറോ പെട്ടെന്ന്, നമുക്കിന്ന് ഡേറ്റ് ചെയ്താലോ, പുറത്തു പോയാലെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ പറയും, ഇല്ല, എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുകയാണെന്ന്. അതിന് ഹീറോ, നിനക്ക് ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ വിരലി മോതിരം ഉണ്ടാവുമായിരുന്നു, അതുകൊണ്ട് ആ കള്ള എന്നോട് പറയണ്ട. അപ്പൊ ഇവള് പറയും, എന്റെ ബോയ് ഫ്രണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, എന്നാ ശരി പോയിക്കോ എന്ന് പറഞ്ഞ് ഹീറോ അവളോട് പോകാൻ പറയും. എന്നാൽ അവള് മുന്നോട്ട് കാല് വെക്കുമ്പോൾ അവളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് ഹീറോ. അവൾ ഒച്ച വെക്കുമെന്ന് പറയും. അതിന് ഹീറോ, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല, കുറച്ചു നേരം സംസാരിക്കണം, അത്രയേ ഉള്ളൂ. ഇവളുടനെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോ. എന്നാൽ ഹീറോ വിടുന്നില്ല. മെല്ലെ അവളെ പുറകെ ചെല്ല. ഇവള് പൊടുന്ന തന്നെ പെപ്പർ സ്പ്രേ കയ്യിലെടുത്തിട്ട് എന്റെ പുറകെ വന്നാൽ നിന്റെ കണ്ണിലടിക്കുമെന്ന് പറയും. അതിന് ഹീറോ, ഞാൻ നിന്റെ പുറകെ വന്നതല്ല, എന്റെ ട്രക്കിലേക്ക് കയറാൻ വേണ്ടി നടന്നാണെന്ന് പറയും. എന്നിട്ട് അവന്റെ ട്രക്ക് കാണിച്ചു കൊടുക്കുന്നു, ആ പഴയ ട്രക്ക്. അപ്പൊ ഈ പെണ്ണ്, എന്നാ പൊക്കോ, എന്നെ ശല്യം ചെയ്യണ്ടെന്നും പറഞ്ഞു മാറി നിൽക്കും. ഇവൻ മെല്ലെ അവളെ താണ്ടി നടന്നു പോയിട്ട് പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് ഒച്ച വെച്ചാ വെടിവെക്കും. നിന്റെ അടുത്ത് ആരുമില്ല, ആരും രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല, എനിക്കൊന്ന് സംസാരിക്കണം, അത്രയേ ഉള്ളൂ, എന്റെ കൂടെ വാ, അനങ്ങിപ്പോരെന്നും പറഞ്ഞ് ഹീറോ തോക്ക് വെച്ച് അവളെ തടവിലാക്കും.
അപ്പൊ ഈ പെണ്ണ് എനിക്കൊരു മകളുണ്ട്, അവൾ ചെറിയ കുട്ടിയാണ്, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് കരയും. അത് കേട്ട ഹീറോ, ഇപ്പോഴാണ് നീ സത്യം പറയുന്നത്, ഇതിനു മുന്നേ നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്കറിയാം. ഇതും പറഞ്ഞിട്ട് അവളെ ട്രക്കിനകത്ത് കയറ്റും. അപ്പോൾ ഈ ട്രക്കിനകത്ത് കയറിയ പെണ്ണ്, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം, ഇന്ന് എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു, നമുക്ക് മറ്റൊരു ദിവസം ഡേറ്റിന് പോയാലോ? ഞാൻ തയ്യാറാണ്, നിങ്ങൾ വിളിക്കുന്ന എങ്ങോട്ടും വരാം, നാളെ നമുക്ക് പോകാം, ഇന്ന് എന്നെ വെറുതെ വിടോ, നാളെ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം വരാം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയും. അപ്പോൾ ഹീറോ, അങ്ങനെയാണെങ്കിൽ നാളെ നിനക്ക് ലീവ് എടുക്കാൻ പറ്റുമോ, എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിന് ഹീറോയിൻ, അതെ തീർച്ചയായിട്ടും ഞാൻ നാളെ ലീവ് എടുക്കാം, വൈകിട്ട് നമുക്ക് പുറത്തു പോകാമെന്ന് പറയും. അപ്പോൾ ഹീറോ ചോദിക്കും, നീ നാളെ എന്താ ധരിക്കാൻ പോണേന്ന്. അവൾ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു കനം കുറഞ്ഞ വസ്ത്രമുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ അതും ധരിച്ചു വരാമെന്ന് പറയും. അപ്പോൾ ഹീറോ ടെഡ്ഡി ബിയറിൻ്റെ പടമുള്ള കുട്ടിവസ്ത്രം ധരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അവൾ കരഞ്ഞുകൊണ്ട്, ഞാൻ അങ്ങനെ തന്നെ വരാം, ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ പറ്റിക്കില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ അവളുടെ അടുത്ത് ചെന്നിട്ട്, നീ എന്നെ സ്നേഹിക്കുന്നു, നിനക്കെന്നെ വേണം, നിനക്ക് മുഴുവനായും എന്നെ വേണം എന്ന് പറയുന്നു പറയും. അവൾ എനിക്ക് നിന്നെ വേണം എന്ന് പറയുമ്പോഴേക്കും ഹീറോ കത്തിയെടുത്ത് അവളുടെ വയറ്റിലേക്ക് കുത്തിയിറക്കി. സോ ഇത്രയും നേരം ഹീറോ ആയിരുന്ന ഇയാളാണ് നമ്മുടെ സീരിയൽ കില്ലറായ വില്ലൻ. ഈ പെണ്ണ് മരിച്ച ഉടനെ ആ മരണത്തിൽ ആത്മനിർവൃതി അടഞ്ഞ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇവൻ വീണ്ടും ആ കോഫി ഷോപ്പിനകത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരു നിമിഷം എന്താ സംഭവിക്കണമെന്ന് അവന് മനസ്സിലാവില്ല. നോക്കുമ്പോൾ അവിടെ വെയിറ്റർ ലേഡിയുണ്ട്, ബിയർ അടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിയിരിക്കുന്നു, ബാക്കി എല്ലാവരും ഉണ്ട്. TV ന്യൂസിൽ സീരിയൽ കില്ലറിനെ കുറിച്ച് പറഞ്ഞല്ലേ, അതും ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് എന്താ നടക്കണമെന്ന് അവന് മനസ്സിലാവില്ല. മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നോക്കും, സന്ധ്യ ആയിട്ടുണ്ട്, അതേ സ്ഥലം തന്നെ. എന്താ ഇപ്പം സംഭവിച്ച്? വില്ലൻ മെല്ലെ അകത്തേക്ക് കിടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആ തലതെറിച്ച പിള്ളേരകത്ത് വരില്ലേ, അതും സംഭവിക്കുന്നുണ്ട്. ഒരു കിളി പോയ അവസ്ഥയിൽ വില്ലൻ ചെന്ന് ചെയറിയിരിക്കും. അപ്പോൾ വെയിറ്റർ ലേഡി വരുന്നുണ്ട്. ഇവൻ അവളോട് ചോദിക്കും, ഇന്ന് ഏതാ ദിവസമെന്ന്. അവൾ പറയും, ഇന്ന് 15-ാം തീയതിയാണ്. ഹീറോ നോക്കുമ്പോൾ സമയമൊക്കെ കറക്റ്റാ. പിന്നെന്താ സംഭവിച്ചു? അവൻ വെയിറ്റർ ലേഡിയോട് ചോദിക്കും, നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന്. അവൾ പറയും, ഇല്ല, ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലെന്ന്. അപ്പോൾ വില്ലൻ, എനിക്ക് ദേജാവു പറ്റിയതുപോലുണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവൾ പറയും, എനിക്ക് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ടെന്ന്. ഒരു തമാശ രീതിയിൽ അവൾ പറയുക. സോ വില്ലൻ, ഇവിടുത്തെ സ്റ്റീക്ക് നല്ലതാണെന്ന് കേട്ടു, എനിക്ക് അതന്നെ ഒരു പ്ലേറ്റ് പോരട്ടെ എന്ന് പറയും. ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തൊരു ഡേവിഡ് എന്ന് പറഞ്ഞ മൊട്ടയിരിപ്പുണ്ട്. വില്ലൻ മെല്ലെ അയാളടുത്തേക്ക് ചെന്നിട്ട്, ഹലോ ബ്രദർ, നിങ്ങൾ എന്നെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ റിപ്പീറ്റ് ആയിട്ട് നടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ആ മൊട്ട മനുഷ്യനാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. തനിക്ക് വന്ന ഫിംഗർ ചിപ്സും കഴിച്ചിട്ട് ചെവി കേൾക്കാത്ത പോലെ, തൻ്റെ ചുറ്റിലും ആരും ഇല്ലാത്തതുപോലെ മന്ദപ്പനായിട്ട് അങ്ങനെ ഇരിക്കുക. അവസാനം വില്ലൻ അവിടുന്ന് എഴുന്നേറ്റ് പോകും. പഴയ പോലെ തന്നെ സിഗരറ്റും വലിച്ച് പുറത്തുപോയി കാത്തു നിൽക്കുക. നമ്മുടെ ഹീറോയിൻ ജോലി വിട്ട് പുറത്തേക്ക് വരുന്നു. ഇയാൾ വീണ്ടും സിഗരറ്റ് വലിക്കുന്നോ എന്ന് ചോദിക്കും. അവളില്ല, വലിക്കുന്നില്ല എന്ന് പറയും. ആകാശത്തേക്ക് അവൾ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ, നിനക്കവിടെ എന്താണ് കാണുന്നത്? പലരും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, എനിക്ക് അവിടെ ഒരു പ്രത്യേകതയും തോന്നിയിട്ടില്ല, കുറെ വെള്ള ഡോട്ട്സ് മാത്രം, ഇതിനെന്ത് പ്രത്യേകതയാണുള്ളത്? ഹീറോയിൻ അതിന് മറുപടി ഒന്നും പറയില്ല. ഞാൻ പോകട്ടെ, ബൈ എന്ന് പറഞ്ഞ് അവൾ മാറിപ്പോകുന്നു. പക്ഷെ വില്ലൻ വിടുന്നില്ല. പുറകെ ചെന്ന് പഴയതുപോലെ തന്നെ തോക്കെടുത്ത് കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി ട്രക്കിനകത്തേക്ക് കയറാൻ പറയാം. അവൾ എനിക്കൊരു കൊച്ചു മോളുണ്ടെന്ന് പറഞ്ഞ് കരയും. പക്ഷെ വില്ലൻ വിടുന്നില്ല. അവളെ ട്രക്കിനകത്ത് കയറ്റി മുന്നത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും കത്തിയിറക്കി കൊന്നുകളയാം. അടുത്ത സെക്കൻഡ് വീണ്ടും അവൻ ആ കോഫി ഷോപ്പിനകത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ആൾ ഉടനെ ദേഷ്യപ്പെടും. എന്താണ് അവിടെ നടക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയാണോ? ഒന്നിനും ഞാൻ വെറുതെ വിടില്ല, എനിക്കറിയാല്ല, നിങ്ങളെല്ലാം ചേർന്ന് ഡ്രാമ കളിക്കുന്നോ? ഞാനിവളെ ഇപ്പൊ കൊന്നതേ ഉള്ളൂ, സത്യം പറയടി, ഞാൻ കുത്തിയ മുറിപ്പാട് അവിടെ, നിന്റെ ടീഷർട്ട് പൊക്ക്, ഞാൻ കുത്തിയ മുറിപ്പാട് കാണിക്കേ, പൊക്കിക്കോ, ഇപ്പൊ തന്നെ പൊക്കിക്കോ എന്ന് പറയും. എന്നാൽ വില്ലൻ മിസ്ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ആണുങ്ങൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് വരാം. ഉടനെ ഹീറോ കയ്യിലുണ്ടായിരുന്ന തോക്ക് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എല്ലാവരെയും മിരട്ടി നിർത്തിയിട്ട് ഈ വെയിറ്റർ പെണ്ണിന്റെ ടീഷർട്ട് മുകളിലേക്ക് ഉയർത്തി വയറ് കാണിക്കാൻ പറയും. അവൾ പേടിച്ച് വയറ് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അവിടെ വില്ലൻ കുത്തിയ മുറിപ്പാടില്ല അവളുടെ വയറ്റിൽ. ഇവനൊന്നും മനസ്സിലാവില്ല. ആ സമയത്താണ് ഈ കച്ചറ പിള്ളേർ അങ്ങോട്ട് കയറി വരുന്നത്. ഹീറോ തോക്ക് അവരെ നേരെ ചൂണ്ടുമ്പോൾ ഈ ബിയർ കുടിച്ചുകൊണ്ടിരുന്ന ആണുങ്ങളിലെ ഒരാൾ അവന്റെ തോക്കെടുത്ത് വില്ലൻ ഒരൊറ്റ വെടിയ. സ്പോട്ടിൽ തന്നെ വില്ലൻ ഡെഡായി. കണ്ണു തുറക്കുമ്പോണ്ട് വീണ്ടും ആദ്യം മുതൽ ആ കോഫി ഷോപ്പിലേക്ക് എൻ്റർ ആവുന്ന ഫസ്റ്റ് സീൻ മുതൽ. നീ എന്നെ വെടിവെച്ചടാ, നീ എന്നെ ഷൂട്ട് ചെയ്തു, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ എന്തിനെന്നെ ഷൂട്ട് ചെയ്തെന്നും ചോദിച്ചിട്ട് ഹീറോ ആ ഫ്രണ്ട്സിനെയും വെയിറ്ററേയും ചീത്ത പറഞ്ഞ് തെറിയൊക്കെ വിളിച്ചിട്ട് ഓടി പുറത്തേക്ക് ഇറങ്ങും. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവൻ്റെ ട്രക്ക് എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുക. ട്രക്ക് ഈ കോഫി ഷോപ്പിന്റെ കോമ്പൗണ്ട് താണ്ടുമ്പോഴേക്കും വീണ്ടും അവൻ ആ ഫസ്റ്റ് സീനിലേക്ക് എത്തി. ഇത് വില്ലൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ നോന്നും പറഞ്ഞ് കാറി വിളിച്ച് പുറത്തേക്ക് ഓടിപ്പോവും. ഈ കോഫി ഷോപ്പിന്റെ ബോർഡർ താണ്ടുമ്പോൾ വീണ്ടും ആദ്യ സീനിലേക്ക്. പറ്റില്ല, ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവൻ പുറത്തേക്ക് ഓടിപ്പോകാൻ നോക്കുക. നടക്കുന്നില്ല. ആരോ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്.
ഇവൻ ആ കോഫി ഷോപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും അതിനകത്ത് തന്നെ വന്ന് പെടുന്നു. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെയും ആൾക്കാരെയും വീണ്ടും വീണ്ടും വില്ലൻ നിരീക്ഷിക്കും. ഒരു തവണ ബിയർ കുടിക്കുന്നവനെ കൊല്ലുന്നുണ്ട്, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കും, നടക്കില്ല. പിന്നെയും അതേ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. ഇപ്പം എന്തായാലും വില്ലൻ ഒരു കാര്യം മനസ്സിലായി, തനിക്ക് സംഭവിക്കുന്നത് ദേജാവുവോ സ്വപ്നമോ അല്ല, യാഥാർത്ഥ്യത്തിൽ അവൻ വീണ്ടും വീണ്ടും ഇതിനകത്ത് വന്ന് പെട്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം സൈലന്റായ ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് അവൻ കോഫി ഓർഡർ ചെയ്യും. വെയിറ്ററോട് ചോദിക്കും, ഇപ്പം നടക്കുന്നതെല്ലാം സത്യമാണോ, നമുക്ക് ചുറ്റുമുള്ള എല്ലാം റിയൽ ആണോ? അവൾ ചിരിച്ചോണ്ട് പറയും, നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്ക് ചുറ്റുമുള്ള എല്ലാം റിയൽ തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നവൾ ചോദിക്കും. വില്ലൻ മിണ്ടില്ല. അവൾ പോയി കഴിഞ്ഞ് നേരത്തെ കണ്ട ആ മുട്ടയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരിക. എന്നിട്ട് ആ മുട്ടയോട് ചോദിക്കും, എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഞാൻ എന്തായാലും ഒരു ടൈം ലൂപ്പിൽ പെട്ടിരിക്കുക. ഇതിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? എന്തെങ്കിലും വഴിയുണ്ടോ? എന്നാൽ ഈ ചോദ്യത്തിനും മുട്ട ഉത്തരവൊന്നും പറയുന്നില്ല. മിണ്ടാതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. വില്ലൻ എഴുന്നേറ്റ് പോവും. ആ നഴ്സ് പെണ്ണ് ബാത്റൂമിൽ പോകുന്ന സമയം ഇവനും ചെന്ന് ബാത്റൂമിന്റെ വാതിക്ക നിൽക്കുകയാണ്. ആ ലേഡി ഇവനെ കണ്ട് പേടിക്കുമെങ്കിലും മാറിപ്പോകുന്നു. അത് കഴിയുമ്പോൾ വില്ലൻ ഈ കപ്പിൾസിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങളെ ശല്യം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? പക്ഷെ എനിക്ക് ശല്യം ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാണോ ചോദിക്കും. ആ കപ്പിളിലെ ലേഡി പറയും, ഞങ്ങൾ കല്യാണം കഴിച്ചാണ്, പക്ഷെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. സോ ഇത് വേറൊരാളുടെ ഭാര്യയും വേറൊരാളുടെ ഭർത്താവുമാണ്. അതിനിപ്പോൾ എന്താ, ഭാര്യയും ഭർത്താവും അല്ലേ? ശരി, കുറച്ചു നേരം ഇവൾ എൻ്റെ ഭാര്യ ആയിരുന്നോട്ടെ എന്നും പറഞ്ഞ് വില്ലൻ ഈ ലേഡിയുടെ ചെവിയിൽ എന്തോ തോന്നിയാസം പറയുക. ഇത് കണ്ട കൂടെയുള്ള കാമുകൻ വില്ലൻ ഇടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്നവൻ കയ്യിലെ തോക്കെടുത്ത് കാണിച്ചിട്ട് രണ്ടുപേരും അനങ്ങാതൊരു ഭാഗത്തിരുന്നു. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ രണ്ടിനെയും തട്ടിക്കളയും. എന്നെ ഇങ്ങോട്ട് ആരാ പറഞ്ഞു വിട്ടെന്നറിയോ? തൻ്റെ ഭാര്യ. താൻ അവഹിക്കുന്നത് നേരിട്ട് കാണുകയാണെങ്കിൽ ഉടനെ തട്ടാനാണ് തൻ്റെ ഭാര്യ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ആ കാമുകൻ പറയും, സർ ദയവേത് എന്നെ വെറുതെ വിടണം, നിങ്ങൾക്ക് എൻ്റെ ഭാര്യ തന്നതിനേക്കാളും പണം ഞാൻ തരാം, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയും. ഈ സമയത്താണ് വില്ലന്റെ ഫുഡ് അവൻ്റെ ടേബിളിൽ ഡെലിവർ ആവുന്നു. അപ്പോൾ വില്ലൻ ചിരിച്ചിട്ട്, എൻ്റെ ഭക്ഷണം വന്നു, ഇനി ഞാൻ ചെന്ന് കഴിക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരെ അറിയില്ല, തൻ്റെ ഭാര്യ എന്നെ ഇങ്ങോട്ട് അയച്ചതുമല്ല, ഞാൻ വെറുതെ നിങ്ങളെ കളിപ്പിക്കുകയായിരുന്നു, എനിക്ക് സമയം പോകണ്ടേ, ഞാൻ ഈ ലൂപ്പിൽ പെട്ട് കിടക്കല്ലേ, അതുകൊണ്ട് കളിപ്പിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ചിരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഈ ലേഡി നഴ്സുമാരെ കാണുന്നത്. വില്ലൻ തൻ്റെ ഭക്ഷണം എടുത്തുകൊണ്ട് പോയി ഈ നഴ്സുമാരടുത്തിരിക്കും. എന്നിട്ട് അവരോട് പറയും, ഈ ഭക്ഷണത്തിൽ കുറച്ച് വേണമെന്ന്. എന്നാൽ അവർക്കത് ഇഷ്ടപ്പെടാതെ, ഇങ്ങനെ മര്യാദയില്ലാതെ നിങ്ങൾ അടുത്ത് വന്നിരിക്കരുതായിരുന്നു എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. വില്ലൻ മിണ്ടാതെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു. എങ്ങനെയെങ്കിലും ഈ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ നോക്കുകയാണ് വില്ലൻ. ബോർഡറിലേക്ക് ചെന്ന് നിന്നിട്ട് മെല്ലെ കാലകത്തി വയ്ക്കും. എന്നാൽ വീണ്ടും പഴയ അതേ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഇപ്രാവശ്യം ആരോടും ദേഷ്യപ്പെടാതെ വളരെ കാഷ്വലായി നടന്ന് എല്ലാവരോടും സാധാരണഗതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ടി വിയിൽ ഈ സീരിയൽ കില്ലറിനെ പറ്റി പറയുക. നമ്മുടെ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സില്ലേ, അതിലെ ഇടിക്കാരൻ, അയാൾ പറയും, ഈ സീരിയൽ കില്ലറെ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ അവൻ്റെ സ്കള്ളിടിച്ച് താർക്കുമെന്ന്. ഇത് കേട്ട വില്ലൻ, അതെ നിങ്ങൾ പറയുന്നത് ശരിയാ, അവനെ വെറുതെ വിടാൻ പാടില്ല, നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മൾ 3 പേരും ടീമായിട്ട് പോലീസ് പിടിക്കുന്നതിന് മുന്നേ അവനെ പിടിച്ചിടിച്ചു കൊന്നാലോ, ഞാൻ റെഡിയാണ്, നമുക്ക് പോകാമെന്ന് പറയും. ഇത് കേട്ട കൂട്ടുകാർ, തനിക്ക് പ്രാന്താണോ, ഞങ്ങൾ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അതും പിടിച്ച് ഞങ്ങളെ ശല്യം ചെയ്യാൻ വരണ്ട, താൻ അവിടെ എവിടെയെങ്കിലും ചെന്നിരുന്ന് കുടിക്കാൻ നോക്കുന്നു പറയും. ഈ സമയത്താണ് നമ്മുടെ നഴ്സ് ലേഡി ബാത്റൂമിലേക്ക് പോകുന്നു. വില്ലൻ പതിയെ പുറകെ ചെല്ലുന്നു. അവൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. അടുക്കളയിലേക്ക് ചെന്നൊരു കത്തി എടുത്തുകൊണ്ട് വന്ന് ആരും അറിയാതെ ഇവൻ ആ ടോയ്ലറ്റിനകത്തേക്ക് കിടക്കുക. തിരിച്ചിറങ്ങുമ്പോൾ ശരീരം മുഴുവൻ രക്തമുണ്ട്. സോ അവൻ ആ പെണ്ണിനെ കൊന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു ട്രോളി എടുത്തുകൊണ്ട് വന്ന് ആ പെണ്ണിനെ ട്രോളിയിൽ കയറ്റി ബോഡി പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുക. അപ്പോഴായിരിക്കും ക്ലീനിങ് ചെയ്യുന്ന ആൾ അങ്ങോട്ട് വരുന്നത്. അയാൾ, ഇതെൻ്റെ ട്രോളിയാ, ഇതെങ്ങനെ ഇവിടെ വന്നു, ഇത് പുറത്ത് കൊണ്ടുപോയി വെക്കേണ്ടതായിരുന്നു, ഞാൻ കൊണ്ടുപോയി വെക്കട്ടെ എന്ന് പറയും. അപ്പോൾ വില്ലൻ, നിങ്ങൾ ഒരുപാട് നേരമായി കഷ്ടപ്പെടുന്നില്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് ഇയാൾ ട്രോളി കൊണ്ടുപോകുമ്പോൾ സംസാരിച്ച് പുറകെ ചെല്ലുന്നു. ആരും ഇല്ലാത്ത സമയം നോക്കി വില്ലൻ ആ ജോലിക്കാരനെയും വെടിവെച്ച് കൊന്നുകളയും. അത് കഴിഞ്ഞ് 2 ബോഡിയും അടുത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ എടുത്തിടുന്നു. അപ്പോഴായിരിക്കും ഈ നഴ്സ് പെണ്ണിനെ കാണാനില്ല എന്നും പറഞ്ഞ് അവളെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എൻ്റെ കൂട്ടുകാരിയെ കാണാനില്ല എന്നും പറഞ്ഞു. ഇത് കേട്ട വില്ലൻ പറയും, പേടിക്കണ്ട, അവളെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം, നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് ഒന്ന് ചുറ്റും സെർച്ച് ചെയ്ത് നോക്കിയാലോ എന്ന് പറയും. എന്നാൽ വില്ലന്റെ രൂപവും ഭാവവും കണ്ടിട്ട് അവൻ ആളത്ര ശരിയല്ലെന്ന് മനസ്സിലാക്കി ഈ പെണ്ണ്, വേണ്ട ആവശ്യമില്ല, ഞാൻ തനിയെ പരിശോധിച്ചോളാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോ. ഇത് കഴിഞ്ഞ് വില്ലൻ വീണ്ടും കോഫി ഷോപ്പിനകത്തേക്ക് വരിക. നമ്മുടെ കപ്പിൾസിന്റെ അടുത്ത് പോയിരുന്ന് അവരെ ശല്യം ചെയ്തിട്ട് പെട്ടെന്ന് കത്തിയെടുത്ത് അതിലെ ലേഡിയുടെ കഴുത്തറക്കും. മറ്റേ ആള് പേടിച്ചിരിക്കുമ്പോൾ അവന്റെ അടുത്ത് ചെന്ന് വർത്താനം പറഞ്ഞിട്ട് ടേബിളിൽ കത്തി വെച്ച് ഇവന്റെ തല കത്തിയിലേക്ക് കുത്തിയിറക്കുക. അങ്ങനെ ആ 2 പേരെയും അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. ഇവരുടെ കരച്ചിൽ കേട്ടിട്ട് ആ ഷോപ്പിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ എന്താ പറ്റിയെന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വില്ലൻ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇയാൾ ഒരുപാട് മദ്യവെച്ച് സൈഡായി പോയതാന്ന് പറയും. അപ്പോഴായിരിക്കും ആ പെണ്ണിന്റെ ബോഡി രക്തം വാർന്ന് നിലത്തേക്ക് വീഴുന്നു. ഇവരെല്ലാവരും കണ്ട് പേടിച്ചോടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും വില്ലൻ ആ നഴ്സ് പെണ്ണിനെ പിടിച്ചു. ഈ ഗ്യാപ്പിന് ആ കച്ചറ പിള്ളേരിലെ ഒരുത്തൻ ഓടിപ്പോവും. ബാക്കിയുള്ളവരുണ്ട്. മറ്റേ ഇടിക്കാരൻ അവന്റെ തോക്കെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വില്ലൻ അവന്റെ കയ്യിൽ നേരത്തെ തോക്കുള്ളത് അറിഞ്ഞിട്ട് അവൻ അനങ്ങിയാൽ പൊട്ടിച്ചളയെന്ന് പറഞ്ഞ് മിരട്ടി നിർത്തുക. എല്ലാവരും ഇവന്റെ തോക്കിന് കീഴിലായിപ്പോ. പക്ഷെ
കുക്കുണ്ടല്ലോ അയാളെ മാത്രം കാണുന്നില്ല. പെട്ടെന്നായിരിക്കും പുറകിൽ നിന്ന് പാനും കൊണ്ട് കുക്ക് വില്ലന്റെ മണ്ടയ്ക്കടിക്കുന്നു. ഒറ്റയടിയിൽ ആള് പീസായി. വീണ്ടും പഴയ സീൻ തന്നെ റിപ്പീറ്റ്. വില്ലൻ കോഫി ഷോപ്പിനകത്ത് എല്ലാവർക്കും ഉയരുണ്ട്. എന്നാൽ ഇപ്രാവശ്യം വില്ലൻ ഈ മൊട്ടയെ നല്ല സംശയമുണ്ട്. അയാളായിരിക്കും ഇതിന് പിന്നിൽ. വില്ലൻ ചെന്ന് അയാളോട് സംസാരിക്കുക. താൻ ഇനി വലിയ ദൈവമോ മറ്റെന്തെങ്കിലോ ആയിക്കൊള്ളട്ടെ, പക്ഷെ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിന് കാരണമറിയാതെ ഞാൻ എങ്ങനെയാണ് പരിഹാരം കാണാൻ പറ്റുക? നീ നോക്കിയിരുന്നോ? ഒരുത്തനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണേന്ന് അറിഞ്ഞിട്ടേ ഞാൻ പിൻവാങ്ങുള്ളൂ എന്നും പറഞ്ഞ് വില്ലൻ കത്തിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. പിന്നീട് അതൊരു പോർക്കളമായിരിക്കും. എല്ലാവരെയും കൊല്ലുന്നു. ഓടിച്ചിട്ട് ഓരോരുത്തരായിട്ട് പിടിച്ച് കൊല്ലുകയാണ്. ഇതിൽ വില്ലൻ എന്തെങ്കിലും പറ്റിയാൽ വീണ്ടും അവൻ ജീവിച്ചു വരുന്നു, വീണ്ടും കൊല്ലുന്നു, വീണ്ടും വരുന്നു, കൊല്ലുന്നു. അവസാനം ഇപ്പം മതിവിധിയായി. ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഹീറോയിൻ വരുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്നെ പരിചയമുണ്ടോ? അവള് പറയില്ലാന്ന്. എങ്കിലേ ഒരുപാട് പരിചയപ്പെട്ട് ഇൻറ്റിമേറ്റായി പിറ്റേ ദിവസം അയാളെ കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പൂർണ്ണമായിട്ടൊരു സ്ട്രേഞ്ചർ ആയാൽ എങ്ങനെയായിരിക്കും? ഞാൻ അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ഹീറോയിൻ വിചാരിക്കും ആൾക്ക് എന്തോ ബ്രേക്കപ്പ് ആയെന്ന്. വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് സ്റ്റീക്ക് തരാം, അത് കഴിച്ചാൽ എല്ലാം ഭേദാവുന്നു അവള് പറയുന്നുണ്ട്. ഇത് കേട്ട് വില്ലൻ പറയും എനിക്ക് മുട്ടയും ബേക്കണും വേണമെന്ന്. അപ്പൊ വെയിറ്റർ ലേഡി ഇല്ല, മുട്ടയും ബേക്കണ്ട ഈ സമയം കഴിഞ്ഞു, ഇനി അത് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഉടനെ വില്ലൻ ദേഷ്യപ്പെടാ, അതെന്താ കുക്ക് ചെയ്യാൻ പറ്റാത്ത? ഞാൻ ആ കുക്കറിനോട് ചെന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് വില്ലൻ നേരെ കിച്ചണിലേക്ക് എഴുന്നേറ്റ് വന്ന് ഫ്രിഡ്ജിനകത്തുള്ള മുട്ട പുറത്തേക്ക് എടുക്കും. എന്നിട്ട് കുക്കിനോട് ആ മുട്ട ഓംലേറ്റ് അടിച്ചു തരാൻ പറയുകയാണ്. എന്നാൽ കുക്കാവട്ടെ വൈകുന്നേരത്തെ മെനുവിൽ മുട്ടയില്ല, മുട്ട കഴിക്കണമെങ്കിൽ കാലത്ത് വരണം, നിങ്ങൾ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ വല്ലതും കഴിച്ചിട്ട് പോകുന്നു പറയും. എന്നാൽ വില്ലൻ അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ കയ്യിൽ കിട്ടിയ എന്തോ ഒരു സാധനം എടുത്ത് ഈ മുട്ടയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുട്ടയാണെങ്കിൽ അതിലും വലിയ വില്ലനാ. അവൻ വേറെ പല സാധനം എടുത്ത് വില്ലനെ ഒറ്റയടിക്ക് കൊന്നുകളയും. സംഭവം വീണ്ടും റിപ്പീറ്റ്. വീണ്ടും വില്ലൻ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. വീണ്ടും മുട്ട വില്ലനെ ഇടിച്ചു കൊന്നുകളയുന്നു. ഇടയ്ക്ക് കരിച്ചും കൊന്നുകളയുന്നുണ്ട്. ഓരോ തവണയും പ്രശ്നം ഉണ്ടാക്കി അവസാനം വരെയും ഈ മുട്ട വില്ലൻ പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, തോക്കെടുത്തവന്റെ മണ്ടയെ വെടിച്ചിട്ട് മുട്ട കൊണ്ട് സ്വയം ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കുകയാണ് നമ്മുടെ വില്ലൻ. സ്വയം നിർവൃതി അടയുക. അങ്ങനെ നിർവൃതിയായി ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മണ്ടയെ വെടിവെച്ച് ഒന്നുകൂടെ ചത്തു നോക്കും. വീണ്ടും റിപ്പീറ്റ്. പഴയ കോഫി ഷോപ്പിൽ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ സീൻ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിലും വില്ലൻ ഇപ്പോൾ ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്, ടയേർഡായിട്ടുണ്ട്. അതിന് മാത്രം മാറ്റമൊന്നുമില്ല. ഇപ്രാവശ്യം പുതിയൊരു വയസ്സൻ അവിടെ ഇരിക്കുന്നതായിട്ട് വില്ലന് ഫീൽ ചെയ്യും. വില്ലൻ അയാളെ കണ്ടോ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടി കാണിക്കുമ്പോൾ ആ വയസ്സനെ കാണുന്നില്ല, പകരം നഴ്സാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ അവസ്ഥ ശരിയില്ല, നിങ്ങൾ ആകെ വയ്യാതിരിക്കുക, വീട്ടിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കും വെയിറ്റർ. അതിന് വില്ലൻ പറയാ എന്റെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലെന്ന്. എന്തായാലും ചായ തരൂ, ഞാൻ കുടിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ ചായ വാങ്ങിച്ചു കുടിക്കും. ഇപ്പോൾ ഒരുപാട് വിഷമമൊക്കെ വരുന്നുണ്ട്, തനിക്ക് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവാത്തതുകൊണ്ട്. ഈ ചായ കുടിച്ച വില്ലൻ അവൻ അറിയാതെ കിടന്നുറങ്ങിപ്പോവാ. കണ്ണ് തുറക്കുമ്പോൾ 2 പോലീസുകാർ നിൽപ്പുണ്ടാവും. അവർ വില്ലനോട് ചോദിക്കും, സാർ നിങ്ങളിവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല, ഇത് കോഫി ഷോപ്പാ, നിങ്ങൾ വീട്ടിലേക്ക് പോകണം. അത് കേട്ട് വില്ലൻ പറയും, ഇല്ല ഞാൻ പോവില്ല, എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, ഞങ്ങളുടെ കൂടെ വായോന്നും പറഞ്ഞ് പോലീസുകാർ വില്ലനെ പിടിച്ചുകൊണ്ട് പോവാ. പിടിച്ച് ബോർഡർ കടന്നപ്പോഴേക്കും വീണ്ടും പഴയ അതേ സ്ഥലത്ത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വില്ലൻ അറിയുന്നില്ല. അവന്റെ കണ്ണൊക്കെ തൂങ്ങിപ്പോയി. ഇപ്രാവശ്യം തോറ്റ അവസ്ഥയിൽ വില്ലൻ ആ മുട്ടയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ എന്തെല്ലാമോ ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല, ഞാനിപ്പോൾ തോറ്റുപോയി, ഇനിയെങ്കിലും പറയാമോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? എനിക്കറിയില്ല. അത് കേൾക്കുമ്പോൾ ആ മുട്ട ചോദിക്കും, ഇപ്പോഴാണ് അയാൾ മിണ്ടുന്ന്. അയാൾ ചോദിക്കും, നിനക്ക് എന്താണ് അറിയാത്തതെന്ന്. വില്ലൻ പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. അതിനാ മുട്ട, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര വില്ലനാണെന്ന്, എന്തിനേയും മറികടക്കാൻ മനക്കരുത്തുള്ളവനാണെന്ന്, ധൈര്യശാലിയാണെന്ന്. പക്ഷെ ഇപ്പൊ കണ്ടോ, ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ വന്ന് കരയുന്നു. നിന്നി ഞാനിപ്പോൾ ഡിസപ്പോയിന്റഡ് ആണ്. ഇത് കേട്ട് വില്ലൻ പറയും, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു 20 തവണയെങ്കിലും ആ പെണ്ണിനെ കൊന്നിട്ടുണ്ടാവും. വീണ്ടും അതന്നെ സംഭവിക്കുന്നു. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും കൊന്നാലും അവൾ ജീവിച്ചു വരും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനൊരു ആൻസർ പറയും. അപ്പൊ ആ മുട്ട ചോദിക്കും, നീ ഒരു ട്രിപ്പിൽ എല്ലാവരെയും കൊന്നിട്ടുണ്ടോ എന്ന്. അതിന് വില്ലൻ പറയും, ഇല്ല, ഒരു ട്രിപ്പിൽ എനിക്ക് എല്ലാവരെയും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മുട്ട, എന്നാ പിന്നെ അതിനൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാലോ. ഇത് കേട്ട വില്ലൻ തലയാട്ടിയിട്ട്, ഇപ്രാവശ്യം ഞാൻ എല്ലാത്തിനെയും കൊന്നു കാണിക്കാമെന്നും പറഞ്ഞ് കത്തിയെടുത്തോണ്ട് പോയി ഓരോരുത്തരെയായി കൊന്നു തുടങ്ങും. എല്ലാവരെയും കൊന്നുകളയും. അവസാനമാണ് നമ്മുടെ വെയിറ്റർ ലേഡി. അവള് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് വീണ്ടും നിങ്ങളെ കൊല്ലാൻ വയ്യ. ഇപ്പം ഞാൻ മനസ്സിലാക്കി, നിന്നെ ആദ്യമേ കൊന്നു കഴിഞ്ഞാലാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം നിന്നെ അവസാനത്തേക്ക് വെച്ചിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞ് അവൻ കത്തിയെടുത്ത് ഒരൊറ്റ കുത്തിന് കുത്തിയിറക്കും. പക്ഷെ കണ്ണു തുറക്കുമ്പോണ്ട് വീണ്ടും അതേ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അവന് സഹിക്കാൻ പറ്റില്ല. അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി ട്രക്കിനകത്ത് കയറിയിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് മോങ്ങാണ്. രക്ഷപ്പെടാനേ പറ്റുന്നില്ല. ക്ഷീണം കൂടി ബോധം കെട്ടു പോകുമ്പോണ്ട് വീണ്ടും ഈ കോഫി ഷോപ്പിനകത്തേക്ക് വന്നിരിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം ആ കോഫി ഷോപ്പിനകത്ത് ഒരു പ്രീസ്റ്റ് ഇരിപ്പുണ്ട്, പള്ളിയിലച്ചൻ. വില്ലൻ പതിയെ അങ്ങേരുടെ അടുത്തേക്ക് ചെന്നിരിക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നോന്ന്. അതിന് അയാൾ ചോദിക്കുകയാണ്, ഇവിടെ ബാക്കിയുള്ളവരെങ്ങനെ വന്നോന്ന്.
വില്ലൻ പറയും എനിക്കറിയില്ല എന്ന്. അപ്പോൾ പ്രീസ്റ്റ് ചോദിക്കും നിന്നെ കാണാൻ ടയേർഡാണല്ലോ, എന്തു പറ്റിയെന്ന്. വില്ലൻ പറയും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന്. അതിനയാള് ഇതിൽ നിന്നും നീ എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിക്കുകയാണ്. വില്ലൻ പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണം, അത്രയേ ഉള്ളൂ, അതാണിപ്പോൾ വേണ്ടത്. അതിനാ പ്രീസ്റ്റ് പക്ഷെ നീ വീട്ടിൽ പോകാൻ ഇനിയും റെഡി ആയിട്ടില്ല, തയ്യാറായിട്ടില്ല, നീ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത് എന്ന് മനസ്സിലാവുന്നുണ്ടോ? വില്ലൻ പല്ല് കടിച്ചിട്ട് പറയും എനിക്കറിയില്ല എന്ന്. അതിന് പ്രീസ്റ്റ് നിനക്കറിയാം, നിനക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്കറിയാം, ആലോചിച്ച് നോക്ക്. അതിന് വില്ലൻ പറയും എനിക്കറിയാം, പക്ഷെ അത് കിട്ടാൻ പോകുന്നില്ല എന്ന്. എന്താന്ന് ചോദിക്കുമ്പോൾ മോക്ഷമാണത്രേ. അവന് മോക്ഷം കിട്ടാൻ പോകുന്നില്ല, കാരണം ഞാൻ ഒരുപാട് മോശം പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടില്ല എന്ന് അവൻ പറയും. ഇത് കേട്ട പ്രീസ്റ്റ് ഇസയാ 1:18 ഒരു വചനമുണ്ട്, നിന്റെ പാപങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി മഞ്ഞുപോലെ തൂവെള്ളയാവുമെന്ന്. ആ വചനപ്രകാരം വില്ലന് മോക്ഷത്തിനായി അപേക്ഷിക്കാം. അവൻ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് തിരിച്ചു പോകാൻ കഴിയും. അതിന് ആദ്യപടി ചോദിക്കുക എന്നതാണ്, ചെയ്ത പാപത്തിന് മാപ്പ് ചോദിക്കുക. ഇത് കേട്ട വില്ലൻ കരഞ്ഞുകൊണ്ട് എനിക്കൊന്ന് പുറത്തു പോകണം, മരങ്ങൾ കാണണം, പക്ഷികളുടെ ചിലമ്പൽ കേൾക്കണം, സൂര്യാസ്തമയം കാണണം. ഇത്രയും കാലം അതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കരുതിയിട്ടില്ല, പക്ഷെ ഇപ്പം എനിക്ക് അത് ഒരു തവണയെങ്കിലും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്? ഇത് കേട്ട പ്രീസ്റ്റ് പറയും ഈ ലോകം മുഴുവൻ നിന്റെ വിരൽ തുമ്പിലാണുള്ളത്, നീയാണ് നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കേണ്ടത്, നിനക്ക് എന്താണ് വേണ്ടത്? വില്ലൻ പറയും എനിക്ക് മാപ്പാണ് വേണ്ടത്, ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പ്രീസ്റ്റ് നിനക്ക് ആ മാപ്പ് ലഭിക്കും, അതിനുവേണ്ടി തുടക്കം മുതൽ ഒന്നുകൂടെ ശ്രമിക്കുക, സ്റ്റാർട്ട് ഓവർ, ആദ്യം മുതലാവട്ടെ നിന്റെ പ്രവർത്തനങ്ങൾ, ശ്രമിച്ചു നോക്കുമെന്ന് പറയും. വില്ലൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് വീണ്ടും അവൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ, അതേ സ്ഥലത്തേക്ക് തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു, അതിന്റെ തുടക്കം മുതൽ. ഇപ്രാവശ്യം കോഫി ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറുക. ആ സീരിയൽ കില്ലറുടെ ന്യൂസ് ഈ മെയിൽ ഫ്രണ്ട്സ് കാണുമ്പോൾ ഏതോ ഒരു മോശപ്പെട്ടവൻ ചെയ്ത മോശപ്പെട്ട കാര്യം എന്തിനാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അത് നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്യും, നിങ്ങളത് മാറ്റിവെച്ചിട്ട് ഡിന്നർ എൻജോയ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ അവർക്ക് സന്തോഷം പകർന്നു കൊടുത്തിട്ട് അടുത്തതായി കച്ചറുണ്ടാക്കാൻ വന്ന ആ യൂത്ത് പിള്ളേരല്ലേ, അവരെ തോക്ക് കാണിച്ച് ഇനി ഈ ഭാഗത്തേക്ക് കണ്ട എല്ലാത്തിനെയും മണ്ടേ വെടിവെച്ച് കൊന്നുകളയും, മെയിലി റൗഡീസം കാണിച്ചു പോകരുത്, ഓടിപ്പോക്കോടാന്നും പറഞ്ഞ് 2 ആമ്പിള്ളേരെ ഒരു ഭാഗത്ത് ഓടിച്ചു വിട്ടിട്ട് ആ പെൺകുട്ടിയെ ഇനി മേലി ആ ആമ്പിള്ളേരെ കൂടെ കണ്ടുപോകരുത്, വീട്ടിൽ പൊടിയെന്നും പറഞ്ഞ് വേറെ ഭാഗത്തൂടെ പറഞ്ഞോടും. അങ്ങനെ അതും പൈസലാക്കി. അത് കഴിഞ്ഞ് ഷോപ്പിനകത്തേക്ക് വന്ന് നമ്മുടെ വെയിറ്റർ ലേഡിയോട് സംസാരിക്കുക. അവൾക്ക് 1-2 കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്ത് ഇവിടെ നല്ല ചൂടുള്ള ഭക്ഷണം കിട്ടുമോ, എത്രത്തോളം ചൂടുണ്ടാവും, നീ തൊടുന്നുകൊണ്ടാണ് ഭക്ഷണം ചൂടാവുന്നത് എന്നൊക്കെ ചോദിച്ച് ചെറിയ പഞ്ചാരയൊക്കെ അടിച്ച് അവൾ ഇഷ്ടപ്പെടുന്ന പോലെ പെരുമാറി ഭക്ഷണം കൊണ്ടുവരാൻ പറയും. അത് കഴിയുമ്പോൾ നമ്മുടെ നഴ്സ് ലേഡിമാര് അവരോട് നേരിട്ട് ചെന്ന് നിങ്ങൾ എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷേ ഒരു നഴ്സായി ജോലി ചെയ്യുന്നത് വലിയൊരു സേവനമാണെന്ന് എനിക്കറിയാം, ആ സേവനത്തിന് നന്ദി, ഇന്നത്തെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബില്ല് ഞാൻ കൊടുക്കാം, നിങ്ങൾ കൊടുക്കരുത്, ഒരു നന്ദി സൂചകമായിട്ട് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞ് അവർക്കും സന്തോഷം പകർന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തവന്റെ ഭാര്യയും അടുത്തവന്റെ ഭർത്താവുമായിട്ടുള്ള കപ്പിൾസിനെ ചെന്ന് കാണുന്നു. അവരോട് പറയും എനിക്ക് നിങ്ങളെ ശല്യം ചെയ്യണമെന്നില്ല, പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. എൻ്റെ അച്ഛൻ വലിയ മദ്യപാനിയും തെമ്മാടിയുമായിരുന്നു, എന്നാൽ അതൊക്കെ എൻ്റെ അമ്മ സഹിക്കുമായിരുന്നു. പക്ഷെ അമ്മ അറിയുന്നത് പോലെ അച്ഛന് മറ്റൊരു അഫെയർ ഉണ്ടായിരുന്നു, അദ്ദേഹം ചീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഛിന്ന ഭിന്നമായി പോയത്. കുട്ടികളെക്കുറിച്ച് ആലോചിക്കാത്ത അപ്പനമ്മമാര് അവര് വലിയ പാപികളാണ്, സ്വാർത്ഥരാണ്. എന്തൊക്കെ കാരണം പറഞ്ഞാലും അതിനൊരു പരിഹാരമാവുന്നില്ല. ഇതൊരു ഫ്രീ അഡ്വൈസ് ആയിട്ട് കൂട്ടിയാൽ മതി, ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്, എന്തേലും കാണിക്കുന്നും പറഞ്ഞ് വില്ലൻ അവിടുന്ന് മാറിപ്പോകുന്നു. എന്നാൽ ഇപ്രാവശ്യം മറ്റേ ഫിംഗർ ചിപ്സ് തിന്നുന്ന ആ മൊട്ട മനുഷ്യനെ കാണുന്നില്ല, അയാൾ എവിടെ പോയെന്തോ. ഇത് കഴിഞ്ഞ് വില്ലന്റെ ഭക്ഷണം വരുന്നുണ്ട്. അവൻ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയും 3 പൈയും കൂടെ വേണമെന്ന് പറഞ്ഞ് വെയിറ്റർ ലേഡിയോട് ഓർഡർ ചെയ്യും. അങ്ങനെ 3 പൈ കൂടെ വരുന്നു. വില്ലൻ ആ ഭക്ഷണം കൊണ്ടുപോയി നമ്മുടെ ആൺ സുഹൃത്തുക്കളില്ലേ അവരോടൊപ്പം ചേർന്നിരുന്ന് കഴിക്കുന്നു, കുറെ തമാശയൊക്കെ പറഞ്ഞ്. അവസാനം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ വെയിറ്റർ ലേഡി പണി കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. എന്നാൽ ഇപ്രാവശ്യം അവള് തന്നെ നേരിട്ട് വന്ന് നിന്റെ കയ്യിലൊരു സിഗരറ്റ് ഉണ്ടോ എന്ന് ഹീറോയോട് ചോദിക്കും. ഹീറോ സിഗരറ്റ് എടുത്ത് കൊടുക്കുന്നു. 2 പേരും വലിക്കുകയാണ്. ഹീറോ ആകാശത്തേക്ക് നോക്കി ആ സ്റ്റാർസിനെല്ലാം കാണാൻ എത്ര ഭംഗിയുണ്ടല്ലേ, അത് മിൽക്കി വേ ആണ്. ആക്ച്വലി നമ്മളും ആ മിൽക്കി വേയിൽ പെടുന്ന ഒരംഗമാണ്, നിനക്കത് അറിയുമോ എന്ന് ചോദിക്കും. അത് കേട്ട് ഹീറോയും പറയും എനിക്കതറിയില്ല, എൻ്റെ മകൾക്ക് അറിയുമായിരിക്കാം, അവൾക്ക് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ വേണമെങ്കിൽ അവളോട് ചോദിച്ചു നോക്കൂ. ഇത് കേൾക്കുമ്പോൾ വില്ലൻ ചിരിച്ചിട്ട് ഞാൻ നിങ്ങളെ കാറ് വരെ കൊണ്ടുപോയി വിടട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവളും ചിരിച്ചിട്ട് ഷുവർ, തീർച്ചയായിട്ടും എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ 2 പേരും അവളുടെ കാറിനടുത്തേക്ക് നടക്കുന്നു. അടുത്ത് ചെല്ലുമ്പോഴാണ് ഹീറോയുടെ ട്രക്ക് അവിടെ നിൽക്കുന്ന കാണുക. ഇത് നിന്റെ ട്രക്കാണോ, ഒരുപാട് പഴയതാണല്ലോ എന്ന് പറയുന്നുണ്ട് ഹീറോയിൻ. ഇത് കേട്ട് വില്ലൻ പറയും എനിക്ക് ഓൾഡ് ആയിട്ടുള്ളത് ഒരുപാട് ഇഷ്ടമാണെന്ന്. അതിന് ഹീറോയിൻ ട്രക്ക് ഓൾഡ് ആണെങ്കിലും ഈ രാത്രി ഒരുപാട് ചെറുപ്പമാണ്, നിനക്കങ്ങനെ തോന്നിയില്ലേ എന്നും ചോദിച്ച് വില്ലൻ ഒരു ഉമ്മ കൊടുക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാം, അടുത്ത സ്റ്റെപ്പ് വായൊന്നും പറഞ്ഞ് വില്ലൻ ഹീറോയിനോട് ട്രക്കിനകത്ത് കയറാൻ പറയും. അവളും ചിരിച്ചോണ്ട്
ട്രക്കിനകത്ത് കയറി ചെല്ലുന്നു. അപ്പോൾ വില്ലൻ പറയും, ആക്ച്വലി എനിക്ക് ഈ അനുഭവം ആദ്യമായിട്ടാണ്. ഞാനിങ്ങനെ ഒരു പെണ്ണിനെ ട്രക്കിനകത്ത് കയറ്റിയിട്ടില്ല, അതും ആദ്യ ദിവസം കണ്ടിട്ട് തന്നെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അത് കേട്ട് ഹീറോയിൻ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിലുള്ള കണക്ഷൻ നീ ഫീൽ ചെയ്യുന്നില്ലേ? അത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അകത്ത് കയറിയത് എന്ന് പറയും. എന്നിട്ട് വില്ലൻ അടുത്തേക്ക് വിളിക്കുക. അടുത്ത് പോയി ഇരുന്ന ഉടനെ രണ്ടുപേരും ഉമ്മ വയ്ക്കാൻ തുടങ്ങും. എല്ലാം അങ്ങനെ ഡീസൻ്റായി സ്മൂത്തായി ഭംഗിയായി മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അവൻ കത്തിയെടുത്ത് ഹീറോയിന്റെ വയറ്റത്ത് കുത്തുന്നു. ഇത് എന്തൊരു ജന്മാടെ! ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഏതോ ഒരു ഡോക്ടർ നമ്മുടെ ഹീറോയിന്റെ കണ്ണിൽ ടോർച്ച് അടിച്ചിട്ട് എന്തു പറ്റി, എല്ലാം ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇവരുടെ മുറിയിൽ തന്നെ ഇപ്പൊ നടന്ന സീനില്ലേ, അതിന്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ഒരു സ്ക്രീനിൽ, ഒരു കമ്പ്യൂട്ടറിൽ നേരത്തെ കണ്ട പ്രീസ്റ്റ് അയാൾ ഒരു ഡോക്ടറായിരുന്നു. സോ ഇവരുടെ എന്തോ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അടുത്ത മുറിയിൽ നമ്മുടെ വില്ലൻ കിടപ്പുണ്ടാവും. അയാൾക്ക് അത്യാവശ്യം പ്രായമൊക്കെ കൂടിയിട്ടുണ്ട്. അയാളോട് ഇവർ ചോദിക്കുകയാണ്, നിനക്ക് എന്തു പറ്റി, നീ ഓക്കെ അല്ലേ എന്ന്. വില്ലൻ കണ്ണു തുറന്നിട്ട് ഈ ഡോക്ടറെ കണ്ടു പറയും, നിങ്ങളപ്പോൾ പ്രീസ്റ്റ് ആയിരുന്നില്ല, ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ആ ഡോക്ടർ പറയുകയാണ്, ഞാൻ ഡോക്ടർ സ്റ്റീവൻസ്, ഇത് ഡോക്ടർ ലൊവാട്ടോ, ഇതൊരു സൈക്യാട്രിസ്റ്റ് ഹോസ്പിറ്റലാണ്. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? വില്ലൻ പറയും, ഇപ്പൊ ചെറുതായിട്ട് ഓർക്കുന്നുണ്ടെന്ന്. നിനക്ക് പരോള് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ ചെക്കപ്പ് നടത്തിയത്. പക്ഷെ ആ ചെക്കപ്പിൽ നീ ഫെയിലിയറായി. അതുകൊണ്ട് പരോൾ ബോർഡ് ആ പരോള് ക്യാൻസൽ ചെയ്ത് ഇറങ്ങിപ്പോയി എന്ന് പറയും. അപ്പോഴായിരിക്കും ഹീറോയിൻ അങ്ങോട്ട് എൻ്റർ ആവുന്നത്. അവളൊരു നഴ്സാണ്. അവളെ കണ്ട ഉടനെ വില്ലൻ, അവളാണ് എൻ്റെ സ്വപ്നത്തിൽ വന്ന്, അവളാ എന്നെ കുടുക്കിയത്, ഇതെല്ലാം നിങ്ങളുടെ പ്ലാനാ, നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു എന്ന് പറയും. ഇത് കേട്ട ഡോക്ടർമാർ പറയാണ്, ഇല്ല ചാർലി, അത് അവളായിരുന്നില്ല. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നിന്റെ തലയിൽ മാത്രം രൂപപ്പെട്ടതാണ്, ഞങ്ങൾ അതിന് സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേട്ട ഹീറോയും പറയും, നിന്റെ തീരുമാനം എടുത്ത് നീയാ, യു മെയ്ഡ് ദ ചോയ്സ്, ഇനി നിനക്ക് പരോളില്ലാന്ന്. അത് കേട്ട വില്ലൻ, നീയാടി തെണ്ടി എന്നെ പറ്റിച്ചത്, എല്ലാം വൃത്തിയായിട്ട് പോകുന്ന സമയത്ത് നീയാണ് ആ കൊല ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത്, അതിന് കാരണം നീയാണെന്ന് പറയും. അപ്പൊ ഡോക്ടർമാര്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ആരും നിന്നെ കുടുക്കിയിട്ടില്ല, എല്ലാം നിന്റെ തലയിൽ മാത്രം ഉണ്ടായ സംഭവങ്ങളാണെന്ന് പറയും. അതിന് വില്ലൻ, നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുകയായിരുന്നു, ഈ എക്സ്പെരിമെന്റിന് സഹായിച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നു, ഇപ്പൊ ഞാൻ വീണ്ടും ലോക്കായി. ഇത് കേട്ട ലേഡി ഡോക്ടർ പറയാണ്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞങ്ങൾ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, അതിന് മാത്രം നല്ലവനല്ല നീ എന്നും പറഞ്ഞ് അവർ മാറിപ്പോവും. ഉടനെ 2 പോലീസുകാർ വന്ന് വില്ലനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ ഡോക്ടർമാർ ചോദിക്കും, ആരാണ് അടുത്തതെന്ന്. നോക്കുമ്പോൾ നേരത്തെ കോഫി ഷോപ്പിൽ ഹീറോയോട് സംസാരിച്ചില്ലൊരു മൊട്ട, അയാളെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. അയാളും വലിയൊരു ക്രിമിനലാണ്. ഇത് കഴിഞ്ഞാണ് ഇത്രയും നേരം സംഭവിച്ച കാര്യങ്ങളുടെ യാഥാർത്ഥ്യ രഹസ്യം നമുക്ക് മനസ്സിലാവുന്നു. സംഭവം അമേരിക്കയുടെ എന്തോ ഒരു ന്യൂറോ സയൻസ് എക്സ്പെരിമെന്റ് ആയിരുന്നു അത് കുറച്ച് ജയിൽ പുള്ളികളിൽ അവർ പരിശോധിച്ച് നോക്കിയതാ. അവരുടെ ബ്രെയിനകത്തേക്ക് കയറി അവരവസാനം ചെയ്ത ക്രൈം അതിനെ റീക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രൈം അവർ വീണ്ടും ചെയ്യുന്നുണ്ടോ, അതിൽ മാനസാന്തരപ്പെട്ട് നല്ലവരായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇവർ ചെയ്ത്. അതിലൂടെ അവരെ നന്നാക്കി എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. എങ്ങാനും വില്ലൻ അവസാനത്തെ റൗണ്ടിൽ ഹീറോയിനെ കൊന്നിട്ടില്ലായിരുന്നെങ്കിൽ അവന് പരോള് കിട്ടുമായിരുന്നു. പക്ഷെ അവൻ കൊല്ലുകയാണ് ചെയ്ത്. ഇപ്പം ഈ എക്സ്പെരിമെന്റിനെ എതിർക്കുന്ന പലരും ഉണ്ട്. എന്തൊരു പുതിയ കാര്യം വന്നാലും അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് മീഡിയക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ എക്സ്പെരിമെന്റിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതെന്നാൽ ഈ ന്യൂറോ സയൻസുകാർ പുറത്തു പറയുന്നില്ല. ഈ സൈഡ് എഫക്ട്സ് നമ്മുടെ വില്ലനെ ബാധിക്കുന്നുണ്ട്. അയാൾ രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് സ്വന്തം തല ഭിത്തിയിലടിച്ച് എങ്ങനെയെങ്കിലും ഇവരുടെ എക്സ്പെരിമെന്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുക. പക്ഷെ നമ്മുടെ ആൾക്കാർ വിടുന്നില്ല. ഹീറോയിനാണ് വന്നിട്ട്, നിനക്ക് ഒരു ഇഞ്ചക്ഷൻ കൂടെ തരുന്നുണ്ട്, നിന്നെ നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞ് കഴുത്തിൽ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നു. വില്ലനാണെങ്കിൽ കരയുക, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ദയവേത് എന്നെ വെറുതെ വിടുമെന്നും പറഞ്ഞു. പക്ഷെ നമ്മുടെ പെണ്ണ് വിടില്ല. ആ ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ട് എൻ്റെ അമ്മയ്ക്കൊരു ഹായ് പറയൂ എന്ന് പറയും. സോ വില്ലൻ ആ കോഫി ഷോപ്പിൽ പണ്ട് കൊല ചെയ്തത് ഈ നഴ്സ് പെൺകുട്ടിയുടെ അമ്മയായിരുന്നു. അതിന്റെ പ്രതികാരമാണ് അവന് പരോള് കിട്ടാതെ അകത്ത് ലോക്കാക്കാൻ വേണ്ടി ഇവളെന്തോ ആ എക്സ്പെരിമെന്റിന്റെ ഉള്ളിൽ കുണ്ടാമണ്ടി കാണിച്ചത്. എന്തായാലും നമ്മുടെ സീരിയൽ കില്ലർ വീണ്ടും ആ കോഫി ഷോപ്പിനകത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഒരു സീരിയൽ കില്ലർക്ക് ഇതിലും വലിയ ശിക്ഷ കൊടുക്കാനില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കൊന്നു നോക്കടാ. അവനിങ്ങനെ പകച്ചു നിൽക്കുന്നതും കാണിച്ചിട്ട് അവിടെ വെച്ച് കിൽ മീ അഗൈൻ എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഹൊറർ സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's bye from Uru. Kadasulutumas.